ആറന്മുള നിയോജക മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി വീണ ജോർജിന്റെ പര്യടനം പുരോഗമിക്കുകയാണ്. വലിയ ആത്മവിശ്വാസത്തിലാണ് വീണ ജോർജ് ഉള്ളത്. വീണ ജോർജ് 24 ചേരുകയാണ്. അപ്പോൾ കുഞ്ഞു കുട്ടികളടക്കമുള്ള ആളുകൾ എപ്പോഴും കൂടെയുണ്ട്. അപ്പോൾ ആത്മവിശ്വാസം ഇരട്ടിയായിട്ടുണ്ടോ അവസാന ലാപ്പിലേക്ക് കടക്കുമ്പോൾ? ജനങ്ങളുടെ ഒരു പിന്തുണ, അതുപോലെ വളരെ വളരെ സന്തോഷമുള്ള, വളരെ വൈകാരികമായിട്ട് അവരുടെ റെസ്പോൺസസ് കാണുമ്പോൾ തീർച്ചയായിട്ടും ആത്മവിശ്വാസം കൂടുതൽ വർദ്ധിക്കുന്നു. ഈ പ്രചരണത്തിനിടയിൽ വലിയ തരത്തിലുള്ള സൈബർ അതിക്രമങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ സൈബർ ആക്രമണങ്ങളെ ഏത് രീതിയിലാണ് നേരിടുന്നത്? നിയമപരമായിട്ട് പോകാൻ ആലോചിക്കുന്നുണ്ടോ? കഴിഞ്ഞ 5 വർഷമായി ആരോഗ്യവകുപ്പിനും അതിന് ചുമതല വഹിക്കുന്ന എനിക്കുമെതിരെ നടക്കുന്ന അതിക്രൂരവും ഭീകരവുമായിട്ടുള്ളൊരു ആക്രമണത്തിൻ്റെ അതിഭീകരമായിട്ടുള്ളൊരു ഇതാണ് ഇപ്പോൾ നടക്കുന്നത്. ഈ ആരോഗ്യവകുപ്പിനെതിരെ എന്തുകൊണ്ട് നടന്നു എന്നുള്ളത് ഇപ്പോൾ കുറച്ച് വ്യക്തമായിട്ടുണ്ട്. ഇപ്പോൾ നമുക്കറിയാം ഏത് ആരോഗ്യ മേഖലയെ സംബന്ധിച്ചോളം എങ്ങനെയാണ് നമ്മൾ അളക്കുന്നത്. ഒന്ന്, അവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെട്ടിട്ടുണ്ടോ? ഏതൊരാൾക്കും തൊട്ടടുത്തുള്ള ആരോഗ്യ കേന്ദ്രം, നമ്മൾ പറയുന്നത് ഇന്ന ആരോഗ്യ കേന്ദ്രം എന്നല്ല, തൊട്ടടുത്തുള്ള ആരോഗ്യ കേന്ദ്രം ഏതൊരാൾക്കും അതാണ് അവർ പറയുന്നത്. ഞങ്ങളുടെ ഈ ആരോഗ്യ കേന്ദ്രക്ക് എന്ത് നല്ലതായി. ഇത്രയുമുള്ള നേട്ടങ്ങൾ ഇവിടുത്തെ കേരളത്തിലെ ജനങ്ങൾക്ക്, ആറന്മുള നിയോജകമണ്ഡലം വോട്ടർമാർക്ക് മനസ്സിലായി എന്ന് കരുതുന്നുണ്ടോ? തീർച്ചയായിട്ടും ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് ഇത്രയും നേട്ടങ്ങൾ ഉള്ള ഒരു ആരോഗ്യ വകുപ്പിനെ അറ്റാക്ക് ചെയ്തതിൻ്റെ കാരണം എന്താണെന്ന് ഇപ്പോൾ ഇലക്ഷന് കോൺഗ്രസിൻ്റെ ഫണ്ട് മരുന്ന് കമ്പനികളിൽ നിന്നാണ് ലഭിച്ചിരിക്കുന്നത്. 1750 ചെറിയ സ്വകാര്യ ആശുപത്രികൾ ഇവിടെ പൂട്ടിപ്പോയി. അപ്പോൾ പിന്നെ എവിടെയാണ് ജനങ്ങൾ ആശ്രയിക്കുന്നത്? സർക്കാർ ആശുപത്രികളിൽ. അപ്പോൾ സർക്കാർ ആശുപത്രികളിലോ നമ്മൾ കാണുന്നത് 2016 8 കോടിയായിരുന്നു OP, ഇപ്പോഴത് 13 കോടിയാണ്. അപ്പോൾ അത് സർക്കാർ ആശുപത്രികളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഈ രോഗികളെ അവിടെ, അല്ലെങ്കിൽ സർക്കാർ ആശുപത്രികളെ അതിലൂടെ തകർത്ത് രോഗികളെ മറ്റിടങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ലക്ഷ്യമായിരിക്കാം. കാരണം മരുന്ന് കമ്പനികളാണല്ലോ ഫണ്ട് ചെയ്തിരിക്കുന്നതായിട്ട്. ഈ മന്ത്രിയായിട്ടിരുന്ന സമയത്ത് തന്നെ അങ്ങ് പറഞ്ഞിട്ടുണ്ട് ഈ പറയുന്ന രീതിയിൽ ആരോഗ്യമേഖല, സർക്കാർ ആരോഗ്യമേഖല തകർക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ടെന്ന്. അപ്പോൾ ഈ പണം വാങ്ങി UDF തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പറയുന്നത്. അല്ല, അത് ഇലക്ഷൻ കമ്മീഷന്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന രേഖയാണല്ലോ. മരുന്ന് കമ്പനികളിൽ നിന്ന് പണം വാങ്ങിച്ചിരിക്കുന്നു എന്നുള്ളത് നമ്മളിത് നേരത്തെ തന്നെ പറയുന്നുണ്ട്. അതായത് 3 കോടി ജനങ്ങളുള്ള, 3.5 കോടി ജനങ്ങളുള്ള കേരളത്തിൽ ഇതേ നോക്കൂ, ഇൻവെസ്റ്റ്മെന്റ് 2.5 കോടി രൂപയാണ് ഒരു ബെഡിന് ആഗോള കുത്തകകൾക്ക്, കോർപ്പറേറ്റുകൾക്ക്. അപ്പോൾ ഇത് എല്ലാം കൂടി നമ്മൾ വായിക്കേണ്ടതായിട്ടുമുണ്ട്. വ്യക്തിപരമായിട്ട് അധിക്ഷേപങ്ങൾ നടത്തണമെന്നാണ് പറയുന്നത്. സൈബർ ഇടങ്ങളിൽ വലിയ ക്രൂരമായ ആക്രമണമാണല്ലോ നടക്കുന്നത്. നിയമപരമായിട്ട് നേരിടുമോ? അതാവട്ടെ, നോക്കാം നമുക്ക്. ശരി. അപ്പോൾ എന്തായാലും ആറന്മുള നിയോജക മണ്ഡലത്തിൽ വീണ ജോർജ് വലിയ ആത്മവിശ്വാസത്തിലാണ്. താൻ ഈ മണ്ഡലത്തിൽ വിജയിച്ച് കയറും എന്നുള്ള കാര്യങ്ങൾ കൂടി വീണ ജോർജ് പറയുന്നുണ്ട്. ഒപ്പം തന്നെ മരുന്ന് കമ്പനികളിൽ നിന്ന് പണം വാങ്ങിയാണ് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുന്നത് എന്നുള്ള കാര്യങ്ങൾ കൂടി വീണ ജോർജ് പറയുന്നു. സഞ്ജയ് ഇക്ബാലിനൊപ്പം ഷിജോ കുര്യൻ, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.